എന്തുകൊണ്ട് രണ്ടാൾ കെട്ടിയിട്ട് കുട്ടികൾ ഉണ്ടായിട്ട് ഭർത്താക്കന്മാര് രണ്ട്, ഒരാൾ കല്യാണം കഴിച്ച് അയാൾ മരിച്ച്, അടുത്ത ആൾ കല്യാണം കഴിച്ച് അയാൾ മരിച്ച്, കുട്ടികളെയും പ്രസവിച്ച് ഒന്നുമല്ലാതായ 40 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിനെ എന്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ തിരഞ്ഞെടുത്തത്? മക്കയിൽ റൂഹിയായ ബന്ധം അന്ന് വെളിവായ ഒരാൾ, ഒരു പെണ്ണ്, തനിക്ക് ആത്മീയമായി ബന്ധപ്പെടാൻ പറ്റിയൊരു പെണ്ണ് വേറെല്ലാം മുഹമ്മദ് മുസ്തഫക്ക് അറിയാം. നബിയായിട്ടില്ല. പക്ഷേ الأرواح جنود مجندة إذا تعارف منها اختلف وما تراك من تناكر منها اختلف. ആത്മാവക്കൾക്ക് നേരത്തെ ഒരു ബന്ധമുണ്ടാവും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഇത് പഠിക്കണം. ഇവിടെ രണ്ടാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊരുത്തപ്പെടാത്ത കാര്യങ്ങളുണ്ട്. ഏതാ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ? ഒന്ന്, മക്ക കണ്ട അതിസുന്ദരന്, ലോകം കണ്ട അതിസുന്ദരനായ കരുക്കരുത്തനായ 100 കരുക്കരുത്തന്മാരായ ആളുകളുടെ ശക്തിയുള്ള മഹാശക്തനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഭർത്താക്കന്മാർ ഉപയോഗിച്ച് അവരിൽ നിന്ന് കുട്ടികളുണ്ടായി ഒന്നുമല്ലാതെയായ ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കുന്നു എന്ന നിലക്ക് ഭൗതികമായി മുഹമ്മദ് എന്ന മനുഷ്യന് അവിടെ എന്തുണ്ട്? ഒരു സ്വപ്നത്തിന് കമ്മിയുണ്ട്. സ്വപ്നം അവർക്കുണ്ടായി എന്നല്ല, സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് യോജിച്ച പെണ്ണല്ല. ആർക്ക്? മുഹമ്മദ് മുസ്തഫ. മനസ്സിലാണ്ട് പറഞ്ഞത്? കാരണം എന്തുകൊണ്ട്? ഈ പെണ്ണിന് ഒരു വിലയും വെക്കാത്ത നാട്ടിൽ എന്തിനാ ഈ പെണ്ണിനെ കിട്ടുന്നത്? പെണ്ണിന് ഒരു വിലയില്ലാത്ത നാട്ടിൽ എന്തിനാ ഈ പെണ്ണിനെ കിട്ടുന്നത്? ഭോഗ വസ്തുവല്ലേ അവിടെ പെണ്ണ്. അങ്ങനത്തെ നാട്ടിൽ പെണ്ണിനെ കിട്ടാത്ത നാടാണെങ്കിൽ തകടില്ല. പെണ്ണ് ഏറിയതുകൊണ്ട് കുഴിച്ചു മൂടുന്ന നാട്ടിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പറഞ്ഞത്? പെണ്ണ് ഏറിയിട്ടില്ലെങ്കിൽ കുഴിച്ചിടുവോ? പെണ്ണ് കമ്മിയാണെങ്കിൽ പെണ്ണ് ആവശ്യം ഉണ്ടാവുമല്ലോ, അപ്പൊ പോറ്റി വളർത്തല്ലേ ചെയ്യാ? പറ കുട്ടി, എന്താ നിങ്ങൾ ആലോചിക്കാത്ത? പെണ്ണിനെ കുഴിച്ചിട എപ്പോഴാ? പെണ്ണ് കൂടുതലാവുമ്പോ ആവശ്യത്തിന് പെണ്ണില്ലെങ്കിൽ പെണ്ണില്ലാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ കുഴിച്ചിടുവോ? അപ്പോൾ ആവശ്യത്തിലേറെ പെണ്ണുള്ള സൊസൈറ്റിയാണ്. എന്നിട്ടാണ് അവർ പെണ്ണിനെ കുഴിച്ചിടേണ്ടി വരുന്നത്. ആ ജനതയിൽ നേരത്തെ ഒരാൾ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി, ഭർത്താവ് മരിച്ച്, പിന്നെ ഇടക്കാലത്ത് കുറെ കാലം നിന്ന് പിന്നെ ഒരാൾ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി, ആ ഭർത്താവ് മരിച്ചു. ഇങ്ങനെയുള്ള ഒന്നുമല്ലാത്ത ഒരു വിധവയെ, അതായത് തന്റെ ശരീരത്തിന്റെ പൂർത്തീകരണത്തിൽ ഒന്നുമല്ലാത്തൊരു വിധവയെ തന്റെ യൗവനത്തിന്റെ തുടിതുടിപ്പുള്ള സമയത്ത് മുഹമ്മദ് മുസ്തഫയെ പോലെ കരുക്കരുത്തനായ ഒരു മനുഷ്യൻ ഭാര്യയാകുമ്പോൾ ആ മനുഷ്യന്റെ ലക്ഷ്യം കാമാർത്ഥതയല്ല എന്ന കാര്യം ഉറപ്പാണ്. തിരിച്ച് ഖദീജക്ക് എന്തിനാ ഈ ഫക്കീറായ മനുഷ്യനെ കിട്ടുന്നു? മുഹമ്മദ്, മിസ്കീനായ മുഹമ്മദ്, മിസ്കിനാകാൻ പ്രാർത്ഥിച്ചതാ. അനുഭവത്ത് കിട്ടിയിട്ടും പണ്ടും മിസ്കിന മുഹമ്മദ്. ഖദീജക്ക് നിങ്ങൾ ഭർത്താവായി കിട്ടണമെന്ന് മോഹമുണ്ട് എന്ന് പറയുമ്പോൾ നുഫൈസയോട് പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ, എങ്ങനെ? എന്റെ കയ്യിലൊന്നുമില്ല. അവർ ഹുവൈലിദിന്റെ മോളല്ലേ, എന്റെ കയ്യിൽ എന്താ ഉള്ളത്? മക്കയിലെ ഏതെങ്കിലും ഒരു മിസ്കിനത്തായ പെണ്ണിനെ കെട്ടണമെന്നല്ലാതെ ഹുവൈലിദിന്റെ മോളെ ഞാൻ എങ്ങനെ കിട്ടും? ആര് പറയുന്നുണ്ട്? മുഹമ്മദ് മുസ്തഫ. വലിയ പണക്കാർ കെട്ടാവുന്ന പെണ്ണാണ് ആര്? ഖദീജ. കയ്യിലൊന്നുമില്ലാത്ത പുരുഷൻ എന്ന നിലയിൽ ഖദീജയുടെ നോട്ടത്തിൽ അവിടെ മാധ്യായ കമ്മി ആർക്കുണ്ട്? റസൂലുള്ളാഹിക്കുണ്ട്. റസൂലുള്ളാഹിന്റെ മാധ്യായ നോട്ടത്തിൽ അങ്ങനെ നോക്കിയാൽ മാധ്യായ കമ്മാർക്കുണ്ട്? ഖദീജക്കുണ്ട്. പിന്നെ എങ്ങനെ നടന്നു? ഇത് പെട്ടതുമല്ല. നിങ്ങൾ എന്താണ് ജനങ്ങളെ ഇത് മനസ്സിലാക്കട്ടെ? ഇത് തരുണേ മണി ബീവി ഖദീജ മാളിക മുകളിൽ കയറി എന്ന് പറയുമ്പോൾ അത് വികാരത്തിന്റെ തെർമോമീറ്ററിനെ പൊക്കാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. ഇതാണ് കഴിഞ്ഞ 19 വർഷക്കാലത്തോളം മലയാളി കുട്ടികൾ പാടി നടന്നത്. അപ്പോൾ അവരുടെ പ്രേമത്തിന് ധാർമ്മികവൽക്കരണം വരുത്താൻ ഈ പാട്ട് അവരെ പ്രേരിപ്പിച്ചു. കുറച്ചൊക്കെ പ്രേമോ ആവാം, പ്രേമിക്കാമോ ഇല്ലേ എന്നതൊക്കെ അതിന്റെ ഫിഖ്ഹി വശം. അത് ഫിഖ്ഹിന്റെ ക്ലാസ്സിലാണ് അതിനെ പറ്റി പറയേണ്ടത്, അതല്ല എന്റെ ചർച്ച. അതില്ല. ഇതിൽ മാംസളാഗ്രഹമുള്ള ഒരു പ്രേമം തന്നെ ഉണ്ടായിട്ടില്ല.
മനസ്സിലായി പറഞ്ഞത്? അതിൽ നിന്ന് എന്ത് ചെയ്തു? പണ്ടാരോണ്ടോ എഴുതി. ഇപ്പൊ ആ പാട്ട് ലിബറലായി ചർച്ചയായപ്പോ എത്ര ബാപ്പമാരാണെന്നറിയോ പാട്ടിന്? ഞാനാണ് ആദ്യം പാടിയതെന്ന് ഒരു കേമൻ, അല്ല ഞാനാണ് ആദ്യം പാടിയെന്ന് വേറൊരു കേമൻ. എന്താ പാടിയതെന്ന് ഈ വീട്ടുകൾ ചിന്തിക്കുന്നില്ല. പാട്ടിന്റെ ഇശലുകളിൽ താളാത്മകമായ ഒരു തരം വൈകാരികത ഉള്ളത് കൊണ്ടല്ലടോ കണ്ണുരുക്കി കാട്ടിയത്. ഈ കണ്ണിറുക്കലാണ് ഇപ്പോൾ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഒക്കെ ഈ ഒരു വർഷത്തെ ചിത്രം. ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ ചെറുപ്പക്കാരുടെ പ്രഭാത പ്രദോഷങ്ങൾ അവിടെയാണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്. ഒരു സിനിമാ നടി ഖദീജയുടെ പേര് പറഞ്ഞ് കണ്ണിറുക്കി കാട്ടിയത്. എന്തുകൊണ്ട് നിങ്ങൾ ചരിത്രം പഠിച്ചില്ല? ഭീമമായ തെറ്റ്, ഭീമമായ തെറ്റ്. എന്തുകൊണ്ട്? ആദ്യത്തെ ഇസ്ലാമാണ് ആര്? ഖദീജ പൊളിഞ്ഞ പിന്നെ എന്ത് ദീന്? ഖദീജ പൊളിഞ്ഞ പിന്നെ എന്ത് ദീനാണ്? എന്ത് ദീനാണ് പിന്നെ? ഖദീജയെ പൊളിക്കുക എന്നത് ഓറിയന്റലിസ്റ്റുകളുടെ ലക്ഷ്യമായിരിക്കും, ജൂതന്മാരുടെ ലക്ഷ്യമായിരിക്കും. സ്ത്രീ പുരുഷ ബന്ധത്തിൽ കാമാന്തത കണ്ട ഒരു ജനത എക്കാലത്തും ജൂതന്മാരാണ്. അതിനപ്പുറം അവർക്ക് സ്ത്രീ പുരുഷ ബന്ധമില്ല. അതങ്ങനെ തന്നെ പിന്നെ പടിഞ്ഞാറ് പകർത്തുകയാണ് ചെയ്തത്. പടിഞ്ഞാറിൽ വിവാഹമില്ല, വിവാഹേതര ബന്ധങ്ങളാണ്. പടിഞ്ഞാറിന്റെ പ്രേമം എന്ന് പറയുന്നത് ഇപ്പോൾ അറബികളുടെ ബിംബം പോലെയാണ്. അറബികൾ ഒരു കൗതുകപ്പെട്ട കല്ല് കണ്ടാൽ അതിനെ പൂമാല ചാർത്തി ആരാധിച്ചിരുന്നു. അതിനേക്കാൾ കൗതുകമുള്ളത് കാണുന്നത് വരെ, അതിനേക്കാൾ കൗതുകമുള്ള ഒരു കല്ലും അപ്പുറത്ത് കണ്ടാൽ ഈ കല്ലിനെ മാറ്റിവെച്ച് ആ കല്ലിനെ നമിക്കാൻ തുടങ്ങും. അതാണ് ഇപ്പോൾ യൂറോപ്പിന്റെ പ്രേമം. ഈ രൂപത്തിലേക്ക് യൂറോപ്പിനെ എത്തിച്ചതാരാ? ജൂദായിസം. അല്ലതാരാ? ജൂദായിസത്തിന് ഒരു കുടുംബ ബന്ധ താല്പര്യവും ഇല്ല, ഒന്നുമില്ല. ജൂതന്മാരുടെ ആരാധനാലയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ജൂതന്മാരുടെ ആരാധനാലയത്തിലെ പ്രധാന ദിവസം ശനിയാഴ്ചയാണ്. ഈ ആരാധനാലയങ്ങളിൽ ശനിയാഴ്ച ദിവസം ഞാൻ ഒരിക്കൽ അതും വേണമല്ലോ പഠിക്കാം എന്ന നിലക്ക് ജൂതന്മാരുടെ ആരാധനാലയത്തിന് മുന്നിൽ ഞാൻ പോയി നിന്നിട്ടുണ്ട്. അങ്ങനെയും ഞാൻ നിന്നത് ഒരു സമയമുണ്ട്. ടെല്ലവീവിൽ പോയി ജൂതന്മാരുടെ ആരാധനാലയത്തിന്റെ മുന്നിൽ തന്നെ ഞാൻ പോയി നിന്നു. സിനഗോഗിന്റെ മുന്നിൽ പോയി നിന്നു. ടെല്ലവീവിൽ, ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലെ ജൂത സിനഗോഗിന്റെ മുന്നിൽ പോയി ഞാൻ നിന്നിട്ടുണ്ട്. എന്തിന്? തിരിയണല്ലോ. അവിടുന്ന് ഏകദേശം 12-12:30 മണിയായാൽ ഇങ്ങനെ പ്രാർത്ഥനയും കഴിഞ്ഞ് ആണും പെണ്ണും ഇറങ്ങി വരും. പെണ്ണിനെ പറ്റി പറഞ്ഞാല് ഒരു നിക്കറും ഉണ്ടാവില്ല. നിക്കറൊക്കെ വലിയതായിരിക്കും. ഒന്നുമില്ല. ഞാൻ എന്റെ കൂടെ നിന്ന ആളോട് ഞാൻ പറഞ്ഞു, ഇവരുടെ നാട്ടിൽ പെൺവസ്ത്രങ്ങൾക്ക് വില കൂടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. മനസ്സിലായി? അങ്ങനെ ആണുങ്ങൾ ഫുള്ള് വസ്ത്രത്തിൽ കവേർഡായിരിക്കും. അതേ സമയത്ത് പെണ്ണുങ്ങൾക്ക് ഒരു നിക്കർ. സ്ത്രീ പുരുഷ ബന്ധത്തെ വൈകാരികമായ താളനിബദ്ധത മാത്രമേ അതിലുള്ളൂ എന്ന് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചത് ജൂതന്മാരാണ്. അവരാണ് ബ്ലൂ ഫിലിമിന്റെ നിർമ്മാതാക്കൾ. അവരാണ് ആദ്യമായി ഇക്കിളിപ്പെടുത്തുന്ന സിനിമകൾ ഉണ്ടാക്കിയത്. അവരാണ് ബ്ലൂ ഫിലിമിന്റെ ആദ്യത്തെ ഉപജ്ഞാതാക്കൾ. അവരാണ് ബ്ലൂ ഫിലിമിന് വേണ്ടി ഒരു ചാനൽ സംവിധാനിച്ചത്. ഓക്കെ, അപ്പോൾ അവർ ആ കണ്ണിൽ നേരെ അതങ്ങോട്ട് പകർത്തി മുഹമ്മദിയത്തിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബാക്കിയൊക്കെ അവർക്ക് എളുപ്പമായി. എന്തുകൊണ്ട്? മുഹമ്മദിന്റെ ആദ്യത്തെ വിവാഹം തന്നെ പ്രേമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഖദീജ ബിബി, അതിന് ശേഷം ആയിഷ ബിബി. അത് അവരോധിക്കാൻ അവർക്ക് എളുപ്പമല്ലേ? മലയാളക്കരയിലെ പത്രങ്ങൾ പോലും ഈ അടുത്ത കാലത്ത് ആ അബദ്ധത്തിൽ ചാടി. എന്തുകൊണ്ട്? അതിലേക്കുള്ള കാൽവെപ്പ് അവർ നേരത്തെ നടത്തിപ്പോരാണ്. അതിനെന്താ കാരണം? ചരിത്രാവബോധമില്ലാത്ത നമ്മൾ. എന്നാൽ ഈ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഷറഫ് വർണ്ണിക്കുന്ന അനവധി ബൈത്തുകൾ കൊണ്ട് അറബ് സാഹിത്യം നിറഞ്ഞു കിടക്കണം.
അവർ ഇക്കിളിപ്പെടുത്തുന്ന ഒരു ഖദീജയെ അവതരിപ്പിച്ചിട്ടില്ല. മലയാള സാഹിത്യത്തിലാണ് ഈ പരാജയം വന്നിട്ടുള്ളത്. അവർ ഇക്കിളിപ്പെടുത്തുന്ന ഒരു ഖദീജ ബീവി അവതരിപ്പിച്ചിട്ടില്ല, ഷറഫാക്കപ്പെട്ട ഖദീജ. ഉറക്കെ പറ. എന്തുകൊണ്ട്? അവരുടെ ഭാഷയിൽ റസൂലുള്ളാഹി കെട്ടുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ എല്ലാ നിലക്കും ബുദ്ധിപരമായും വിശ്വാസപരമായും കർമ്മത്തിലും വിശ്വാസത്തിലും പരിശുദ്ധയാണ്. ആര്? ഒരിക്കലും ഖദീജ ബിംബത്തിനെ ആരാധിച്ചില്ല. ബിംബത്തിനെ ആരാധിക്കാത്ത ഖദീജക്ക് നോക്കൂ നിങ്ങൾ, പിന്നീട് ഖദീജക്ക് അവിടെ ചേരുന്ന ആൾ ആര് തന്നെയാണ്? ബിംബപഞ്ചകനായ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ തന്നെ കിട്ടിക്കൂടെയിരുന്നു. നേരത്തെ മുഹമ്മദ് മുസ്തഫക്ക് കെട്ടാനുള്ള സമയമായിട്ടില്ല. ഒന്ന്, മനസ്സിലായില്ലേ? രണ്ട്, ഖദീജ ബീവിയുടെ ആദ്യത്തെ വിവാഹം മനസ്സിലായില്ലേ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ എത്ര വയസ്സ് കൂടും? 15 വയസ്സ് കൂടും. ചിന്തിക്കും. ഖദീജ ബീവിയുടെ ആദ്യത്തെ കല്യാണം നടക്കുന്ന കാലത്ത് റസൂലുള്ളാഹി ജനിക്കാൻ വരുന്നേ ഉള്ളൂ. ഇതെന്തിനാ ചെയ്തത്? പക്വത എത്തിക്കാൻ. അതാണ് പെണ്ണിന്റെ ഉത്തരവാദിത്വം. പെണ്ണ് കേവലം ഫിറാഷല്ല. പെണ്ണ് എപ്പോഴും എന്താണ്? ആണിനെ സാന്ത്വനിപ്പിക്കേണ്ടവളാണ്. അതാണ് പെണ്ണിന്റെ ധർമ്മം. അതാണ് പെണ്ണ്. അവിടെ പെണ്ണും അതാണ് നമ്മളുടെ സൗന്ദര്യം. പെണ്ണിന് കേവലം തൊലി വെളുപ്പല്ല പെണ്ണിന്റെ സൗന്ദര്യം. പിന്നെന്താണ് പെണ്ണിന്റെ സൗന്ദര്യം? അവളെ മനസ്സിന്റെ സൗന്ദര്യമാണ്. അതിന് അവളെ പക്വത എത്തിക്കണം. അല്ലാഹു തആല ഭർത്താവിന്റെ കീഴിൽ പോയി ഒരു കുടുംബത്തിൽ പാർത്തു, കുട്ടിയുണ്ടായി, ഭർത്താവ് മരിച്ചു. അപ്പോൾ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടു. പിന്നെന്തുണ്ടായി? ഒരു ഭർത്താവിന്റെ സ്വഭാവം, ആണിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞു. പിന്നെ ഭർത്താവ് മരിച്ചു. ഏത് കുബേരയായാലും ഭർത്താവ് മരിക്കുക എന്നതിനേക്കാൾ വേദനയുള്ള ഒരു കാര്യവും ഒരു പെണ്ണിനില്ല. അതനുഭവിച്ചു. അപ്പോൾ ഖദീജ ഒരിക്കൽ മരിച്ചു. മനസ്സിലായില്ല? ഭർത്താവ് മരിച്ചാൽ ഭാര്യ മരിച്ചതുപോലെയാണ്. അതുകൊണ്ടാണ് വിധവയായ പെണ്ണിന് വേണ്ടി ഹലാലായ അധ്വാനം നടത്തുന്നവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിനിറങ്ങിയവനെ പോലെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? എല്ലാ നിലയിലും അർഹയാണ് ആര്? വിധവ. വിധവ ഭർത്താവോടുകൂടെ മനസ്സാൽ മരിച്ചു. അപ്പോൾ ഖദീജ ഒരിക്കൽ മരിച്ചിട്ടുണ്ട്. തന്റെ ഭർത്താവ് മരിച്ചു. അപ്പോൾ മനസ്സുകൊണ്ട് മരിച്ചു. ഇനി എന്ത് ജീവിതം? സുഫിയാൻ സൗരി തങ്ങളുടെ സദസ്സിൽ ചോദിക്കപ്പെട്ടു, ദുനിയാവിലെ ഏറ്റവും വലിയ മുസീബത്ത് എന്താണ്? അപ്പോൾ പറഞ്ഞു, യൗവനയുക്തയായ ഒരു പെണ്ണിന് യൗവനമുള്ള കാലത്ത് അവളുടെ ഭർത്താവ് മരിച്ചു പോവാം. സ്വപ്നങ്ങൾ നേടുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഒരു കൈത്തണ്ടയിൽ തല ചായ്ക്കേണ്ട കാലത്ത്, ബലിഷ്ഠമായ ഒരു കരവലയത്തിൽ ഒതുങ്ങേണ്ട കാലത്ത് തന്റെ ഭർത്താവ് മരിച്ചു പോകുന്നതിനേക്കാൾ ഒരു പെണ്ണിന് ഒരു മുസീബത്തും ദുനിയാവിലെ മുസീബത്തു അഅ്ളമു മസാഇബിദ് ദുനിയാ മുസീബത്തുൻ അഅ്ളമു മിൻ മസാഇബിദ് ദുനിയാ. ദുനിയാവിലെ ഏറ്റവും വലിയ മുസീബത്ത് അനുഭവിച്ചിട്ടുണ്ട് ആര്? ഖദീജ. പിന്നൊരാൾ കല്യാണം കഴിച്ചു. അവരോടുകൂടെ എങ്ങനെ പുഷ്പിച്ച് ജീവിതം അതിന്റെ സദജാക സുന്ദരമായ ശൈലിയിലേക്ക് ഞങ്ങൾ കടങ്ങുന്നപ്പോൾ അയാൾ മരിച്ചു. അപ്പോൾ ഖദീജ പിന്നെ മരിച്ചു. തിക്താനുഭവങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഏത് കുബേരയായാലും ഏത് കൊട്ടാരത്തിൽ പാർത്താലും ഏത് കൊട്ടാരത്തിൽ പാർത്താലും ഏത് സുന്ദരിയായാലും ഏത് തറവാട്ടുകാരിയായാലും ഭർത്താവ് മരിക്കുക. എത്ര കരുത്തുള്ള ബാപ്പയുണ്ടായാലും എത്ര കരുത്തുള്ള പൊന്നാങ്ങളയുണ്ടായാലും ആ മുസീബത്തുൻ അഅ്ളമു മിൻ മസാഇബിദ് ദുനിയാ. ദുനിയാവിലെ മുസീബത്ത് ഏറ്റവും അനുഭവിക്കുക എന്നത് ഭർത്താവ് മരിച്ചു പോകലാം. അപ്പോൾ അല്ലാഹുവിന്റെ വിധി ഖദീജയെ വീണ്ടും ചൂളയിലിട്ടു. ഒരു കാലത്ത് സ്വർണ്ണപ്പെടുത്തി, പിന്നെ തങ്കപ്പെടുത്തി. ആ പെണ്ണാണ് ഇവിടെ വരുന്നത്. മനസ്സിലായില്ല?
എന്തുകൊണ്ട് തകൂന സൗജത്തൻ വതകൂന ഉമ്മൻ, ചിലപ്പോൾ ഭാര്യയായി നിൽക്കും, ചിലപ്പോൾ എന്തുകൊണ്ട് ഭാര്യാധർമ്മം സുക്കൂനാണ്, സമാധാനം ഉണ്ടായി കൊടുക്കലാണ് ഭർത്താവിന്, അല്ലാതെ പ്രശ്നം ഉണ്ടായി കൊടുക്കലല്ല. എന്തിനാ ഭാര്യ? എന്നിട്ട് ഭാര്യ എന്നിട്ട് ഭാര്യ ഈ ലോകത്ത് ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്ന മനുഷ്യനാണ് മുഹമ്മദ്. നിങ്ങളിത് ചിന്തിക്കണം. ഞാനിത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ചരിത്രം നിന്ന് സർട്ടിഫിക്കറ്റ് തന്നിരിക്കും. എന്റെ റബ്ബിന്റെ സർട്ടിഫിക്കറ്റ് അല്ലാതെ എനിക്ക് ആവശ്യമില്ല. ഞാനിത് പഠിച്ചു പറയുക. അറബ് ഗ്രന്ഥങ്ങൾ നിറഞ്ഞു കിടക്കണം ഈ വിഷയം. എന്തിനാ ഭാര്യ? അല്ലാഹുവിന്റെ മഹാദൃഷ്ടാന്തമല്ലോ. നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഇണകളെ സംവിധാനിച്ചു. അവളിലേക്ക് ചേരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാൻ. അപ്പോൾ ഭാര്യ പദവിയുടെ ധർമ്മം കേവല വികാര പൂർത്തീകരണമല്ല. എന്താണത്? സമാധാനം ഉണ്ടാക്കാൻ. ആ സമാധാനം ഉണ്ടാക്കാൻ പെണ്ണ് പലതും ചെയ്യും. അതിൽ പെട്ടെന്നതാണ് വൈകാരിക പൂർത്തീകരണം. മനസ്സിലായില്ല? പെണ്ണ് പലതും ചെയ്യും ഭർത്താവിന് എന്തുണ്ടാക്കി കൊടുക്കാൻ. സമാധാനം. അങ്ങനെയല്ല. നിങ്ങൾ വിഷമം വരികയാണ്. വീട്ടിലാകട്ടെ ചോറ് കഴിയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് ഉമ്മ അവിടെ എന്തെങ്കിലും പൊന്നുമോനെ എടാ ഈ വരുന്ന വർത്തമാനം എന്തടാ നേരത്തെ അറിയിക്കായിരുന്നു. നീ ആകട്ടെ ബാംഗ്ലൂരുമാണ്. പിന്നെ നീ വന്ന് ബസ്സിന് ഓട്ടോറിക്ഷയ്ക്ക് വന്ന് വീട്ടിലിറങ്ങി. എന്തടാ എന്ന് വിളിക്കാതെ വന്ന് ചോറിന്റെ നേരം കഴിഞ്ഞല്ലോ, മോനെ ഇവിടെ ഒന്നും ഇല്ലല്ലോ, നീ ഒന്ന് വിളിച്ച് ഒന്നുകൂടെ ഇരുന്നടാ. ഏതാ നീ ഇരിക്കും. ഉമ്മ അവിടെ തന്നെ ഇരിച്ചു. പിന്നെ ഉമ്മ എന്ത് ചെയ്യും? പിന്നെ ഉമ്മ പലതും ചെയ്യും. പിന്നെ വേഗം അപ്പുറത്ത് പോയിട്ട് ഒരു 2 ഏത്തക്കാൾ എടുത്തിട്ട് വാട്ടിയിട്ട് പെട്ടെന്ന് ഇവിടെ വെക്കും. അപ്പോഴത്തെ പുറത്ത് 2 കോഴിമുട്ട വാട്ടിയിട്ട് അത് പുറത്ത് വെക്കും. അപ്പോഴത്തെ 2 ചായ കൂടെ കൊണ്ടുവരും. മനസ്സിലായില്ല? ഇങ്ങനെ ഉമ്മ ഓടും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഉമ്മ പലതും ചെയ്യും. ഏത്തക്ക കൊടുക്കും, മുട്ട കൊടുക്കും, ചായ കൊടുക്കും. ഉമ്മാന്റെ ലക്ഷ്യം എന്താ? വയറിറക്കുക എന്നതുപോലെ പെണ്ണിന്റെ ലക്ഷ്യം എന്താ? ഭർത്താവിന്റെ സമാധാനം. അതിനുവേണ്ടി അവൾ ശരീരവും നൽകും. എന്തൊരു വിഡ്ഢിത്തരാണ് ഈ ചരിത്രം പഠിപ്പിച്ചത് ലോകത്തിന്. മലയാളികൾ ഭീമരായ വിഡ്ഢിത്തരം. ഇപ്പോൾ മലയാളി മാപ്പിള കുട്ടികളുടെ 1.5 വർഷമായിട്ട് മലയാള മാപ്പിള കുട്ടികളുടെ ജീവിതത്തിന്റെ വസന്തം എന്ന് പറഞ്ഞാൽ സിനിമക്കാര് കൊണ്ടുവന്ന അഡർലോ എന്ന പിക്ചറാണ്. അതിൽ ഒരു കമാർത്തിയായ ഖദീജ അവതരിപ്പിച്ചിട്ടുണ്ട്. റളിയല്ലാഹു അൻഹ. ഒരിക്കലും ഖദീജ അങ്ങനെയല്ല. റളിയല്ലാഹു അൻഹ. ഒരിക്കലുമല്ല. രണ്ടാമത്തെ ഭർത്താവ് കൂടി പിരിഞ്ഞപ്പോൾ ഭർത്താവിനോ ഖദീജയുടെ കുടുംബം പറഞ്ഞതാണ് ഈ ഒരു വിവാഹം ചെയ്യരുതോ ഖദീജ. അപ്പോൾ പറഞ്ഞില്ല, വേണ്ട 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 അങ്ങനെ പറ്റില്ല മോളെ, നിനക്ക് ജനതമ വേണ്ട വേണ്ട ഉമ്മ. ആര് പറഞ്ഞു? ഈ ഖദീജയാണ് പിന്നെ മുഹമ്മദ് മുസ്തഫയുടെ അടുത്ത് ആളെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ വന്നിട്ടുണ്ട് എന്ത് വിചാരിച്ച്? മുഖത്ത് സൂര്യനൊടിക്കുന്ന പെൺകുട്ടികൾ അറബി വീട്ടിലില്ല. 10ഉം 12ഉം വയസ്സായ പെൺകുട്ടികളിൽ അറബി വീടുകളിൽ. സൂര്യനും ചന്ദ്രനും കയ്യിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്നവരില്ലേ മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ആരാ? മുഹമ്മദ് ഫാരിസ് വഹലാമിഹിന്ന, മക്കയിലെ പെൺപിള്ളേരുടെ സ്വപ്നത്തിലെ രാജകുമാരനല്ലേ. എവിടെ ഒരു നന്മ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഹീറോ മുഹമ്മദാണ്. എന്തുകൊണ്ട്? ആ 40 വർഷവും മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിലല്ലാതെ ആ 25 വർഷവും നബിയുടെ ഈ വിവാഹത്തിന് മുമ്പ് കൂട്ടാം, ഏതായാലും ഉണ്ട്, മുമ്പ് തന്നെ കൂട്ടാം. മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിലല്ലാതെ മക്കയിൽ ഒരു വിഷയം നടന്നിട്ടില്ല. മക്കക്കാരുടെ എല്ലാം തികഞ്ഞ സമരയോദ്ധാവ്. ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരു കച്ചവടക്കാരന്റെ കച്ചവടം കൊള്ളയടിച്ചു ആസിബിന് വായിൽ. ആദ്യം എന്താ ചെയ്തത്? പൈസ പറഞ്ഞു, പിന്നെ കച്ചവടം വാങ്ങി, സാധനം ഇങ്ങോട്ട് വാങ്ങി,
ഹോൾസെയിൽ സാധനം എടുത്തിട്ട് പിന്നെ പൈസ കൊടുക്കുന്ന നേരത്ത് പൈസ ഞാൻ തന്നിട്ടുണ്ടല്ലോ. ആസിബിന് വായിൽ മക്കയിലെ 4 ധനാഢ്യന്മാരിൽ ഒരാളാണ് ആസിബിന് വായിൽ. അയാൾ പലവട്ടം പറഞ്ഞു പൈസ കൊടുത്തില്ല, പൈസ ഞാൻ തന്നിട്ടുണ്ട് മക്കയിലെ വലിയ മുതലാളി. അപ്പോൾ പലരോടും പോയി പറഞ്ഞു, അബൂജഹലിനോട് പറഞ്ഞു, പലരോടും പറഞ്ഞു ഇയാള് ഈ പൈസ വാങ്ങിത്തരി. എല്ലാവരും പുച്ഛിച്ചു കളി. കാരണം ആസിബിന് വായിലിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ല. ഇത് മുഹമ്മദ് എന്ന മനുഷ്യനായിരുന്നു, നബിയൊന്നായിട്ടില്ല, ചെറുപ്പക്കാരൻ. അത് നടക്കൂല. ഇവിടെ കച്ചവടത്തിന് ഏതോ നാട്ടിൽ നിന്ന് വരുന്ന ആളുടെ പൈസ പറ്റിച്ച ചരക്ക് ഇവിടെ ഞാനുള്ള കാലത്ത് നടക്കൂല. മര്യാദക്ക് പൈസ കൊടുക്കണം. ആളുകൾ അങ്ങോട്ട് കൂട്ടി ഒരു വീട്ടിൽ ആളെ കൂട്ടിയിട്ട് ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കണം. നമ്മൾ എല്ലാവരും ഈ മനുഷ്യനോട് കരാറിൽപ്പെട്ടു, ആയിക്കോട്ടെ. എത്രയാ ചരിത്രം. അപ്പോൾ മക്കൈക്കാരുടെ ഹീറോ ആണ് ആര്? മുഹമ്മദ്. അങ്ങനത്തെ ഒരു ഹീറോക്ക് ആരെ മോളെ കിട്ടൂല മനുഷ്യന്മാര്. പിന്നെന്തിന് 2 ഭർത്താക്കന്മാർ വലിയ കാലഘട്ടം ഉപയോഗിച്ച് അവരുടെ കിടപ്പ് മുറികളിൽ അവരുപയോഗിച്ച് അവർക്ക് കുട്ടികളെയും പ്രസവിച്ച് കൊടുത്ത ഒന്നുമല്ലാത്ത ഒരു പെണ്ണിന്, ആ പെണ്ണ് ഈ മനുഷ്യന്റെ വൈകാരിക പൂരണത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ ഒന്നുമല്ല. ഒരു പുരുഷന്റെ കടക്കണ്ണ് പോലും എത്താത്ത അതിസുന്ദരിമാരായ പെൺകുട്ടികൾ മക്കയിലുണ്ടായത് എന്തിനീ പെണ്ണിനെ തിരഞ്ഞെടുത്തു? മുഹമ്മദീയ വിവാഹത്തിന്റെ ലക്ഷ്യം ഒരിക്കലും കാമപൂരണമല്ല. ഖദീജ മരിച്ചിട്ട് പിന്നെ കെട്ടിയതായ സൗദയ, ഒരു പെണ്ണെന്ന നിലയിൽ ഒന്നിനും പറ്റാത്ത സൗദയ. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു പെണ്ണെന്ന നിലയിൽ ഒന്നിനും പറ്റാത്ത സൗദയാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ വഫാത്തിനു ശേഷം മക്കയിൽ കല്യാണം കഴിക്കുന്നത്. കുട്ടി വികാര പൂർത്തീകരണം കാണിക്കുക. അന്നൊക്കെ അല്ലേ ഇങ്ങനെ മേധസ് തളക്കേണ്ട കാലം അതല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മളെ പാട്ടുകൾ ഓറിയന്റലിസ്റ്റുകൾ അവസരം ഉണ്ടാക്കി കൊടുത്ത് ഈ പാട്ടുകളിൽ നിന്ന് സിനിമക്കാർ പകർത്തി ചരിത്രം, മലയാളത്തിന്റെ ചരിത്രം, മലയാളത്തിലെ കഥാപ്രഭാഷകരും മലയാളത്തിലെ കവികളും പാട്ടുകാരും ഖദീജയോട് അനീതി ചെയ്തു. ആരാണ് ഖദീജ? ഖദീജ ഉമ്മുൽ ഉസ്റത്തി ത്വയ്യിബത്തി ത്വാഹിറത്തിൽ മുഖദ്ദസ, പരിശുദ്ധയായ ഒരു കുടുംബത്തിന്റെ ഉമ്മയാണ് ഖദീജ. ഹൈദർ തങ്ങളുടെ ഉമ്മയാണ് ഖദീജ. ജിഫ്രി മുത്തുക തങ്ങളുടെ ഉമ്മയാണ് ഖദീജ. റിഫായി ഷെയ്ഖിന്റെ ഉമ്മയാണ് ഖദീജ. മുഹദ്ദീൻ ഷെയ്ഖിന്റെ ഉമ്മയാണ് ഖദീജ. ഷാദുൽ ഇമാമിന്റെ ഉമ്മയാണ് ഖദീജ. തിജാനി തങ്ങളുടെ ഉമ്മയാണ്, അഹ്മദ് തിജാനി റളിയല്ലാഹുവിന്റെ ഉമ്മയാണ് ഖദീജ. മനസ്സിലായോ പറഞ്ഞത്? ഖാജ മുഈനുദ്ദീന്റെ ഉമ്മയാണ് ഖദീജ. നിങ്ങളെന്താ വിചാരിച്ച്? മമ്പർത്ത പാപ്പന്റെ ഉമ്മയാണ് ഖദീജ. ആ ഉമ്മ ഒരു കാമപൂരണത്തിന് വേണ്ടി മാളിക മുകളിൽ കയറി നോക്കിയിരുന്നു. വിഡ്ഢികളെ, എന്താ കാര്യം? പഠിച്ചില്ല ചരിത്രം. ഇത് ഞാൻ ഇങ്ങനെയൊന്നും വിടൂല. ഞാൻ ഇതിന്റെ ചരിത്രത്തിന് മേലും പൊതിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്നാമേ പറ. അല്ലാഹു തൗഫീഖ് തരും. മനസ്സ് തുറന്നാമേ പറ. ഇത് മലയാളിക്ക് തെറ്റ് പറ്റിയത് മലയാളി ചരിത്രം പഠിക്കാത്തതാണ്. എവിടുന്ന ഇത് തെറ്റിയത്? ചരിത്രം പഠിച്ചില്ല. ചരിത്രം പഠിച്ച സ്വാലിഹീങ്ങളായ ആലിമീങ്ങളുണ്ട്, അവരിൽ നിന്ന് കഥാപ്രസംഗക്കാരും പഠിച്ചില്ല. പിന്നെ നമ്മളെ പ്രഭാഷണങ്ങൾ പകർത്തിയത്, ആനുകാലിക പ്രഭാഷണങ്ങൾ പകർത്തിയത് ആരിൽ നിന്നാണ്? കഥാപ്രസംഗക്കാരിൽ നിന്നാണ്. അത് പിന്നെ ഒരു ലൈംഗിക ചുവയുള്ള അവസ്ഥയെ. അപ്പോൾ പിന്നെ ആരാ നേടിയത്? ഓറിയന്റലിസ്റ്റും ജൂദായിസവും. ആ കേൾവിക്കാർക്ക് അതാവശ്യം, അതാണ് ആവശ്യം. കരഞ്ഞു. എന്ത് ഖദീജ? ഭയങ്കര പണ്ഡിതയാണ്, ഭയങ്കര മഹതിയാണ്. വൈകാരികത എന്നത് ആ പെണ്ണിലില്ലെന്നെ. റളിയല്ലാഹു അൻഹാ കടക്കണ്ണിറങ്ങി പുരുഷനെ നോക്കുന്ന പെണ്ണല്ല ഖദീജ. ഖദീജക്ക് ഈ മനുഷ്യന് ആവശ്യമുണ്ട്. പക്ഷേ ആ മനുഷ്യൻ തനിക്ക് കിട്ടും, അത് പേടിയാണ്. എന്തുകൊണ്ട്? ഈ മനുഷ്യനെ കിട്ടിയാൽ ഭൂമിയും ആകാശവും സ്വന്തമാവും എന്ന് ഖദീജക്കറിയാം. റളിയല്ലാഹു അൻഹാ. അതാണ് ഖദീജന്റെ വിഷയം. നമ്മൾ മനസ്സിലാക്കിയില്ല. മലയാളിക്ക് എന്നും ഒരു തെറ്റുപറ്റിയിട്ടുണ്ട്, ചരിത്രം പഠിക്കൂല. മലയാളിക്ക് എന്നും ഒരു തെറ്റുപറ്റിയിട്ടുണ്ട്, ചരിത്രം പഠിക്കൂല.
ചിന്തിക്കുക. ബഹുമാനപ്പെട്ട ഫാത്തിഹയിൽ ഏറ്റവും വലിയ ആയത്ത് ചരിത്രത്തിനാണ്. ഫിഖ്ഹിന് ചെറിയ ആയത്താണ്. ഇയ്യാക നഅ്ബുദു അതാ ഫിഖ്. എന്നാ ചരിത്രം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഏറ്റവും ആയത്ത് ഫാത്തിഹയിൽ. ആ ആയത്ത് കണ്ടാൽ അത് 3 ആയത്തൊന്ന് തോന്നിപ്പോകും. അത്ര വലിയ ആയത്തും തൊഴില. ഫാത്തിഹയിലെ ഏറ്റവും നീണ്ട ആയത്ത് എന്തിനാണ്? താരീഖ്, ചരിത്രത്തിനാണ്. ഫിഖ്ഹിന് ഇത്രയേ ഉള്ളൂ. ഇയ്യാക നഅ്ബുദു. മനസ്സിലായി പറഞ്ഞു. ഫിഖ് നല്ലതല്ലേ? ആണ്. പക്ഷെ ചരിത്രം ലെവലായിട്ടില്ലെങ്കിൽ എന്ത് ഫിഖ്? ചരിത്രത്തിനാണ് ഈമാൻ ഉണ്ടാവുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞപ്പോ നിസ്കരിച്ചൊന്നല്ല, ചരിത്രം പഠിച്ചോളാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ചരിത്രം പഠിച്ചാൽ ഹിദായത്ത് ഉണ്ടാവും. ഹിദായത്ത് ഉണ്ടായി നിസ്കരിച്ചാൽ സ്വീകരിക്കും. ഇനി ചരിത്രത്തിന്റെ ഉമ്മയെ തന്നെ മാംസാർത്ഥയായ പെണ്ണാക്കിയാലോ? ഭീമമായ തെറ്റ് എന്ന് പറഞ്ഞാൽ ഭീമമായ തെറ്റാണ്. ഭീമമായ തെറ്റ്, ഭയങ്കര തെറ്റാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉള്ളലയിലേക്ക് ഇറങ്ങിയില്ല. അതിന് കാരണം എന്താ? ചരിത്രം പഠിച്ചില്ല. നിങ്ങൾ നുബുവത്തിന് മുമ്പുള്ള മുഹമ്മദിനെ മനസ്സിലാക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യന് ഏത് കുടുംബത്തിനും പൊന്നു കൊടുക്കും. മനസ്സിലായോ പറഞ്ഞത്? ഞാനായിരുന്ന ആ മനുഷ്യന്റെ സ്വയം വിനയാണ്. വിനയമുള്ളവരെ മാത്രമേ അള്ളാഹ് തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ വിനയമുള്ളവനാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് പൈസ വരുമ്പോഴും ഞാനിങ്ങനെ ഖദീജയെ കിട്ടുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മുഹമ്മദ് മുസ്തഫ അതിനും വലിയ ആളല്ലാത്തതുകൊണ്ടൊന്നുമല്ല. പിന്നെന്താണ്? ചെറുതാകുക. അതാണ് അനുഭവത്തിന്റെ അടിസ്ഥാനം. വിനയാണ്. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. ഈ മനുഷ്യൻ ആരും പെണ്ണുകൊടുക്കാത്തത് എന്തിന്? പിന്നെ 5 ആളുകൾ വന്ന് വളയുന്നുണ്ട്. സ്വന്തം എളാപ്പ അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ് അടക്കം ഒരിക്കൽ വളഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ഇൻ കുന്ത തുരീദു മാലൻ നുഅതിക വഇൻ കുന്ത തുരീദു ബനാതൻ നുഅതിക ഇയ്യാഹ. നിനക്ക് മുഹമ്മദ് വേണ്ടത് പണം. ഞങ്ങളുടെ ബിംബങ്ങൾക്കെതിരെ നീ ഈ കളിക്കുന്നതിന് പകരമായി നീ കളി നിർത്താൻ സമ്പത്താണോ വേണ്ടത്? തരാം. നിനക്ക് പുരുഷൻ തൊട്ടിട്ടില്ലാത്ത പെൺകുട്ടികൾ വേണോ? തരാം. ആര് പറയുന്നുണ്ട്? സ്വന്തം എളാപ്പയടക്കം അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ് അടക്കം എന്ന് പറയുന്നുണ്ട്. ആരോട്? മുസ്തഫാനോട്. അപ്പൊ എന്താ പറഞ്ഞത്? സൂര്യനെയും ചന്ദ്രനെയും കയ്യിൽ വെച്ച് നിർത്തില്ല. മനസ്സിലായോ പറഞ്ഞത്? അധർമ്മമേ നിൻകടുമഞ്ഞു വീഴ ഗഹമ്മത്തിൻ സജ്വരമായ നെഞ്ചിൽ ചന്ദ്രാർ കൈകളിൽ വെച്ചുടന്നാൽ പോലും നിറുത്തിൽ ഇവനെ പ്രയത്നം. മുഹമ്മദ് അങ്ങനെയല്ലേ വള്ളത്തോട് എഴുതിയത്? നിങ്ങൾ എനിക്ക് പെൺകുട്ടികൾ, എന്തിനെനിക്ക് പെൺകുട്ടികൾ? സൂര്യനെയും ചന്ദ്രനെയും തന്നാലും ഞാൻ നിർത്തൂല. അങ്ങനെയല്ലേ പറഞ്ഞു? കണ്ടതിലേശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിലറിഞ്ഞു വീണു നിരസ്ത വിശ്വാസറേബിയക്കാം. കുറുമ്പുമാറാത്ത കുറേശ്ശി വര്യർ കോടി കൊടുത്തേൻ പലവട്ടവും താൻ. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമൽ അല്ലാഹു സവാതി ബശത്തനേകൻ. ഇവർക്കിരുട്ട് പ്രിയമിത്രം മൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നുങ്ങി ചെറുലം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേടോ. ധർമ്മമേ നിൻകെടുമഞ്ഞു വീഴായി ഗഹമ്മദിൻ സജ്വരമായ നെഞ്ചിൽ ചന്ദ്രാർക്കരെ കൈകളിൽ വെച്ചു തന്നാൽ പോലും നിറുത്തിൽ ഇവനി പ്രയത്നം. റസൂൽ മുസ്തഫ ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. ഇൻ കുന്ത തുരീദു ബനാതി നുസബ്ബിജുക ഇയ്യാഹുന്ന. നിനക്ക് പെണ്ണുങ്ങൾ വേണോ? പുരുഷൻ തൊട്ടിട്ടില്ലാത്ത പെൺകുട്ടികളെ എത്ര വേണമെങ്കിലും ഞങ്ങൾ എത്തിച്ചേരാം. സമ്പത്ത് വേണം? മദീനയിലെ മക്കയിലെ ഏറ്റവും വലിയ മുതലാളിയാക്കി തരാം. ആര് പറയും? ഖുറൈശികൾ സ്വന്തം അളാപ്പടക്കം. അപ്പോഴാണ്
ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي الدين. എനിക്ക് പെൺകുട്ടികളെ വേണ്ട. നിങ്ങൾക്ക് മനസ്സിലായോ? തന്നെക്കാൾ വയസ്സുള്ള അപ്പൊ ഖദീജക്ക് വയസ്സെത്ര? 55. നുബൂവത്ത് കിട്ടിയപ്പോൾ പിന്നെ 3 കൊല്ലം കഴിഞ്ഞിട്ട് പരസ്യ പ്രബോധനത്തിന് ഇറങ്ങി. മനസ്സിലായോ? അപ്പോൾ ഖദീജക്ക് വയസ്സ് 58. അതിനുശേഷമാണ് ബലിദ് എന്ന് പറയുന്നത്. അപ്പോൾ ഖദീജക്ക് ഏകദേശം ഒരു 10-60 വയസ്സുള്ള സമയത്ത് 65-ാമത്തെ വയസ്സിലാണ് ഖദീജ മരിക്കുന്നത്. റളിയല്ലാഹു അൻഹ. മനസ്സിലായോ പറഞ്ഞത്? അന്ന് റസൂലുള്ളാഹി യുവാവായ 50 വയസ്സുകാരൻ 65-ാമത്തെ വയസ്സിൽ ഈ തൊണ്ടി സ്ത്രീ മരിക്കുന്നത് വരെ അപ്പോഴും തന്റെ ഇഷ്ടപ്പെട്ട സഹധർമ്മിണിയാണ് ആര്? ഖദീജ. എന്ത് പ്രേമബന്ധാണോ, എന്ത് വൈകാരിക പ്രേമാണോ, എന്ത് കാമാർത്ഥമായ ബന്ധാണോ അവർക്കിടയിൽ. പിന്നെ ആണും പെണ്ണും തമ്മിൽ ചേർന്നാൽ സ്വാഭാവികമായും അവർക്ക് അവരുടെ കാര്യത്തിന് അവർ മതിയാവുമല്ലോ, വേറെ വിഷയമില്ല. പക്ഷെ കാമാർത്ഥ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഖദീജയിലേക്ക് ചേർന്നത് മുഹമ്മദ് മുസ്തഫ. ഖദീജ അങ്ങോട്ട് ചേർന്നത്. പെണ്ണിന് ഏകദേശമൊക്കെ ചെയ്യിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ 40 വയസ്സാവുക. 40 വയസ്സിന് ശേഷം എപ്പോഴും പെണ്ണിന് സിന്നുല്യസ് വരാ. മനസ്സിലായില്ല? ആർത്തവം നിലച്ചോളാം. എത്രയ്ക്ക് ശേഷം? 40 ശേഷം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? പുരുഷൻ തീരില്ല. പുരുഷൻ മരിച്ചിട്ട് പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പുരുഷൻ വികാരം അടങ്ങുള്ളൂ. എന്താ പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത്? പെണ്ണിന് 40 ശേഷം എപ്പോഴും വികാരം തീരാം. എപ്പോഴും തീരാം. പുരുഷന് 85-90 വയസ്സായിട്ട് 100 വയസ്സായിട്ട് മരിക്കുമ്പോൾ വികാരം ഉണ്ടാവും. മരിച്ചിട്ട് 5 മിനിറ്റ് ചൂടാറും, അതുവരെ ഉണ്ടാവും. അവസാനത്തെ ചൂടാറുമ്പോഴാണ് വികാരം പൂർത്തിയാവുക. മരിച്ചിട്ട് പിന്നെ 5 മിനിറ്റ് ഇന്തിഷാർ ഉണ്ടാവുക, അവയവങ്ങൾ ഉത്തേജിക്കാം. മരിച്ചിട്ട് പുരുഷൻ ഈ 25 വയസ്സായ മക്കയിലെ ഹീറോയായ രാജകുമാരന് എന്തിനാണ് ഈ തൊണ്ടിയെ കിട്ടുന്നത്? എന്നിട്ട് ആ തൊണ്ടിയെ കൊണ്ടിടക്കുക 65 വയസ്സായി. അപ്പൊ ഈ മനുഷ്യൻ കരുത്തൻ. മനസ്സിലായോ? ഈ മനുഷ്യന്റെ ബന്ധത്തിൽ എന്ത് വൈകാരിക കാമാർത്ഥതയാണ് അവിടെ ഉള്ളത്. അന്നല്ലേ അത് ചെയ്യേണ്ടത്. നിങ്ങൾ ചിന്തിക്കുക, വളരെ ചിന്തിക്കുക. മദീനയിൽ നിയമങ്ങളുടെ കാലാണ്. അപ്പോൾ എത്ര ആളെ കിട്ടിയാലും അത്ര ആളുകളും പകർത്തണം. ഒരാൾ മാത്രം കിടപ്പറയിൽ നിന്ന് പകർത്തിയാൽ പോരാ. ഒരു പ്രവാചകൻ എന്ന നിലയിൽ കിടപ്പറ പകർത്തേണ്ടതുണ്ട്. കോടാനക്കൂടി നിയമങ്ങൾ കിടപ്പറയിലുണ്ട്. അത് ഒരാൾക്ക് പകർത്തിയത്തില്ല, അവരെത്ര ആക്കിലെത്തായാലും. മക്ക ജീവിത കാലഘട്ടത്തിൽ നിയമങ്ങളുടെ കാലല്ല, പകരം സമരത്തിന്റെ സ്ട്രഗിൾ ലൈഫാ, സമരത്തിന്റെ കാല. അപ്പോൾ നിയമങ്ങൾ ഇറങ്ങിയിട്ടില്ല. പിന്നെന്താ? താങ്ങാൻ ഒരാൾ വേണം, വിവേകമുള്ള ഒരു ആള് വേണം. അത് സ്വന്തം ഇണ ആര്? ഖദീജ. മദീനയിൽ പിന്നെ താങ്ങാൻ ആള് വേണ്ട. മദീനയിൽ والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. മദീനയിൽ അൻസാറുണ്ട്. അപ്പോൾ അവിടെ ആര് വേണ്ട? ഖദീജ വേണ്ട. നിയമം പകർത്താൻ കിടപ്പറയെ കുറിച്ച് നിങ്ങൾ മതി. അതാണ് മദീനയിലെ വിവാഹങ്ങളൊക്കെ. നിങ്ങൾ ഇതിന്റെ കൂടെ വന്നാലേ മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്. കുടുംബജീവിതത്തിന് മൊത്തം നിയമങ്ങൾ, കൂടി നിയമങ്ങൾ. മനസ്സിലായില്ലേ? താളങ്ങളിൽ ഓരോന്നിലും എന്തുണ്ട്? നിയമങ്ങളുണ്ട്. മുത്തുനബിക്ക് അതിൽ എത്ര ആഖിറത്തായാലും പകർത്തിയാ തീരില്ല. മക്ക നിയമങ്ങളുടെ കാലഘട്ടമല്ല, മക്ക സ്ട്രഗിൾ ലൈഫാണ്. ഒരു സമര ജീവിതമാണ് ഇവിടെ മക്കയിൽ. മദീനത്തെ നിയമങ്ങളുടെ കാലഘട്ടം. ഇടക്കിടക്ക് പുറത്തു സമരം ചെയ്യേണ്ട ഒരു സമരം ചെയ്യും. അപ്പോഴും വരാതെ പുറത്തിറങ്ങേണ്ട കാര്യത്തിനൊക്കെ ആളുണ്ട്. ആർക്ക്? നബിക്ക്. ബദർ യുദ്ധത്തിൽ പോലും നബി കളത്തിലിറങ്ങിയിട്ടില്ല, ആളുണ്ട്. അപ്പൊ മക്കയിൽ എന്താ വേണ്ടത്? താങ്ങാൻ ആള് വേണം. മക്കയിൽ
ഒറ്റകാലിൽ പെട്ടാളാണ്. അപ്പോൾ എന്ത് വേണം? സമാധാനം കൊടുക്കാൻ ആളുമാണ്. മദീനയിൽ ആയിരക്കണക്കായ ആളുകളുടെ കണ്ഠങ്ങളിൽ നിന്ന് കൊല്ലം പാടിയ പാട്ടല്ലേ അവർ. 100 കണക്കിന് ആളുകൾ വന്നല്ലേ. ഒന്നാം ദിവസം തന്നെ വന്ന് പറഞ്ഞത് بدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. 100 ആളുകളെ മനുഷ്യനവന്റെ ചെവി മുളച്ചതിന് ശേഷം ഏറ്റവും മനോഹരമായി കേട്ട കവിതകൾ മദീന അതിർത്തിയിൽ വെച്ച് മദീനക്കാരായ ഔസ് ഖസ്റജ് അൻസാർ പാടിയ പാഗാനമല്ലേ. മനുഷ്യൻ അവന്റെ സർഗവാസന ഉണർന്നതിന് ശേഷം ഇത്ര മനോഹരമായി ഇത്ര ഹൃദയത്തിലേക്ക് ഒരു ഗാനമുണ്ടായില്ല. 100 കണ്ഠങ്ങൾ ഒരുമിച്ച് ഞങ്ങളിതാ സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങളെതിരെ തിരിക്കുന്നു എന്ന് 100 ആളുകൾ ഒരുമിച്ച് പാടിയ അതേ പാട്ട് മക്കയിൽ ഖദീജ ഒറ്റക്ക പാടിയത്. മദീനക്കാരെ പോലെ ഖദീജ പാട്ടുകാരി അല്ലാത്തത് കൊണ്ട് മാത്രം മദീനയിലെ എന്ന് ഖദീജ പറയുന്നത് അത് ചെറിയൊരു പെൺകുട്ടിക്ക് പറയാൻ കഴിയൂല. അതിന് പക്വതയെത്തിയ മുഹമ്മദ് മുസ്തഫ അല്ലാതെ തന്നെ പഠിച്ച പെണ്ണിനെ പറയാൻ കഴിയൂ. ആയിരക്കണക്കായ അൻസാരികളുടെ ധർമ്മം ഒറ്റക്ക് നിർവഹിച്ച പെണ്ണിന്റെ ചരിത്രമേ നിങ്ങൾ ഒരു മാംസാർത്ഥയാക്കിയില്ലേ? മാളിക മുകളിൽ കയറി ഒരു കണ്ണിട്ട് നോക്കിയ പെണ്ണാണോ ഖദീജ? ഈ മൗലവിമാർക്ക് പാട്ടേറ്റ് കൊടുത്ത മൗലവിമാരും മൊല്ലമാർക്ക് ചരിത്രം പഠിക്കാതെ ഭീകരമായ തെറ്റുപറ്റി. ആരെയാണ് അവർ കുതിര കയറിയത്? കുടുംബത്തിന്റെ ഉമ്മയെയാണ് കുതിര കയറിയത്. ഖദീജ ഒറ്റക്ക് പാടുന്നു ആ പാട്ടാണ് ഏത്? ഇന്നക്കല്ല ഒന്നും പറ്റൂല, നിങ്ങൾക്കൊന്നും പറ്റൂല. ആര് പറഞ്ഞു? ആയിരക്കണക്കായ ആളുകൾ ചൊല്ലിയത്തുൽ അൽബദ് ഒറ്റക്ക് ഇവിടെ ചൊല്ലുകയാണ്. ആര്? ഖദീജ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര മഹതിയാണ് ഖദീജ. ഇത് ഒരു തൗഫീഖിന്റെ പ്രസംഗമാണ്. ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇത് പറയാനുള്ള ഒരു സോഴ്സും എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലില്ല. ഒരു ചരിത്രം ഇത് ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. ഞാൻ മലയാള പുസ്തകങ്ങൾ കിട്ടാവുന്നിടത്തൊക്കെ പറയും. ഇതൊരു തൗഫീഖിന്റെ പ്രസംഗമാണ്. ഇത് ഖദീജയെ നെല്ലും പതിനും അവതരിച്ചാണ്. സംശയിക്കണ്ട. ഭയങ്കര മഹതിയാണ് അവർ ഭയങ്കര മഹതിയാണ്. അവർ വല്ലാത്ത മഹതിയാണ്. 40 കഴിഞ്ഞ പെണ്ണിന് എത്ര വിവാഹം കഴിക്കരുത് നമ്മള് എന്ന് പറഞ്ഞപ്പോ വേണ്ട ഉമ്മ, വേണ്ട കാക്ക, വേണ്ട മോനെ. ഹക്കീം ബിൻ ഹിസാം മക്കയിൽ അറിയപ്പെട്ട വക്കീലാണ്. ആരുടെ? ഖദീജ ബീവിയുടെ ആങ്ങളയുടെ മോനാണ്. ആങ്ങളയുടെ മോന് വരെ പറയുന്നുണ്ട്, അമ്മായി ഒരു കല്യാണം കഴിച്ചു, വേണ്ടട, ഇനി അതൊന്നും വേണ്ട. ആര് പറയാ? ഖദീജ. ആ ഖദീജ പിന്നെ ആളെ പറഞ്ഞേക്ക് ആരടുത്തേക്ക്? സ്ഥാനാർത്ഥി. എന്തുകൊണ്ട്? ആലിമത്താണ്. നബീന്ന് പഠിച്ചതല്ല, വറക്കന്ന് പഠിച്ചതാണ്. തിൽമീദത്താണ്. ആരുടെ? വറക്കയുടെ ശിഷ്യാണ് ആര്? ഖദീജ. പഠിച്ച ഖദീജക്ക് പഠിക്കാത്ത മുഹമ്മദ് ഭർത്താവ്. എന്തുകൊണ്ട്? ഇനി അത് കേൾക്കുമ്പോഴത്തിന് ഖദീജക്ക് നേരത്തെ തന്നെ അമ്പിയാക്കൾ അറിയും, മലക്കുകൾ അറിയും, എല്ലാം അറിയും. വേദഗ്രന്ഥങ്ങൾ കേട്ടിട്ടുണ്ട്. ആര്? ഖദീജ.
എല്ലാ ചരിത്രം ഞാൻ കേട്ടേക്കും, എല്ലാം കേട്ടേക്കും ഇൻഷാ അല്ലാഹ്. നേരത്തെ വേദഗ്രന്ഥം കേട്ടിട്ടുണ്ട്. ആര്? ഖദീജ. ഖദീജയുടെ ഇക്കാക്കയാണ് എന്ത് ചെയ്തത്? ഇഞ്ചീൽ അറബിയിൽ പരിഭാഷപ്പെടുത്തിയത് ഖദീജയുടെ ഇക്കാക്ക വറഖ. തൗറാത്ത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്, ഹിബ്രു ഭാഷയിലെ തൗറാത്ത് അറബി ഭാഷയിലാക്കിയത് ഖദീജയുടെ ഇക്കാക്ക വറഖ. ഒഴിവ് കിട്ടിയാൽ ആ വീട്ടിൽ പോയിരിക്കും. കാനത്തിൽ മീരത്തൻ ഈ വറഖയുടെ ശിഷ്യയാണ് ആര്? ഖദീജ. ചരിത്രം ഞാൻ ഉദ്ധരിക്കും. ഇഞ്ചീലിന്റെ മർമ്മം എന്താ? ഇഞ്ചീലിന്റെ മർമ്മം എന്താ? അഹ്മദ് എന്നൊരു പ്രവാചകൻ വരുന്നുണ്ടെന്നല്ലേ ഇഞ്ചീലിന്റെ ഇതിവൃത്തം. ആ ഇഞ്ചീൽ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാ? ഖദീജയുടെ ഇക്കാക്ക വറഖ. അത് പഠിച്ച ആളാണ് ആര്? പണ്ഡിതയായ ഖദീജ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? അറിവുള്ള ആളാണ് ആര്? ഖദീജ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? അറിവുള്ളവരിൽപ്പെട്ട ആളാണ് ആര്? ഖദീജ. ഖദീജയുടെ ഇക്കാക്കയാണ് ചരിത്രത്തിൽ ആദ്യമായി ഇഞ്ചീൽ അറബി ഭാഷയിലേക്ക് മാറ്റിയത്, തൗറാത്ത് അറബി ഭാഷയിലേക്ക് മാറ്റിയത്. ഈ വീട്ടിൽ പോയി പഠിക്കണ പെണ്ണാണ് ആര്? ഖദീജ. ഒരേലാനങ്ങിയാൽ, ഒരു നേരം വെളുത്താൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ആദ്യം ആരോട് പറയും, ഇന്നലെ രാത്രി ഈ കാക്ക ഞാൻ ഇന്നാലിനെ സ്വപ്നം കണ്ടു. ഈ കാക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണ്ഡിതനാ. പഠിച്ച് 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 ഗ്രന്ഥപാരായണം നടത്തി അവസാനം ഖദറുമിയ കണ്ണ് കാഴ്ച പോയി. പിന്നെ അദ്ദേഹത്തിന് ഒക്കെ മനപ്പാടാ. പിന്നെ കിതാബൊന്നും നോക്കണ്ട. ആർക്ക്? വറഖക്ക്. വറഖയുടെ അടുത്ത് ഇങ്ങനെ പോയിരുന്ന വേദന ഇങ്ങനെ ഒഴുകും. പഠിച്ച് 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 ഗ്രന്ഥപാരായണം ആയുസ് മുഴുവനും ഗ്രന്ഥരചനയ്ക്ക് വേണ്ടി ചെലവഴിച്ച ആളാണ് ഖദീജയുടെ ഇക്കാക്ക ഇബ്നു അമ്മിഹ, എളാപ്പാന്റെ മോന്. ഒരുപാട് വയസ്സേറെയുള്ള ഇക്കാക്ക മൂത്ത് നേരിച്ചിട്ടുണ്ട്. കഷ്ടനഷ്ടപ്പെട്ടിട്ടുണ്ട്. അപൂർവം ആളുകൾ ഇബ്രാഹിം മില്ലത്ത് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് വറഖയെടുത്തു പോയി. മക്കയിൽ ഒരു തിരുനാളമാണ് ആര്? വറഖ. ആ വറഖയുടെ വീട്ടിൽ ആർക്കിരിക്കാമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ഇരിക്കാം. ആർക്ക്? ഖദീജ ബിവിക്ക്. കാന യുഹിബ്ബുഹാ മിൻ ഖിബലി ത്വഹാറത്തി നഫ്സിഹാ. പരിശുദ്ധയായ പെണ്ണെന്ന നിലയിൽ കുടുംബത്തിൽ വറഖയ്ക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ് വറഖയാണ്. ഒരു വിവരം പിടിച്ചാൽ ആദ്യം ഖദീജയോടാ പറയുക. ഒരു ഒഴിവ് കിട്ടിയാൽ വറഖയുടെ വീട്ടിലാ പോയിരിക്കാം. വറഖയുടെ വീടും ഖദീജയുടെ വീടും ഒട്ടകലവുമല്ല. മനസ്സിലായോ പറഞ്ഞത്? പതിവാ. അതുകൊണ്ടാണ് വന്നിട്ട് വേഗം റസൂലുള്ളാഹി പിന്നീട് വന്നിട്ട് ഖദീജ എന്നെ പുതപ്പിക്ക് എന്ന് പറഞ്ഞ് പുതപ്പിച്ച് കിടത്തിയിട്ട് അങ്ങനെ ഉമ്മയെ പോലെ സന്തോഷിപ്പിച്ച് പരിചരിച്ച് അങ്ങനെ പുതപ്പെട്ട് കിടത്തി സമാധാനിച്ച് നല്ല ചൂടുള്ള പനിയുണ്ട് ആർക്ക്? റസൂലുള്ളാഹിക്ക്. ബാക്കിയൊക്കെ പിന്നെ പറഞ്ഞ് എന്ന് പറയാൻ ആരോട്? റസൂലുള്ളാഹിന്. പിന്നെ കുപ്പായം വാരിച്ചിട്ട് പായാണ് ആരെ വീട്ടിലേക്ക് അവർക്ക്. കാരണം എന്തൊരു കാര്യം സംഭവിച്ചാലും ആരോട് പോയി പറയും? കാരണം ഗുരുനാഥനാണ് ആര്? ഖദീജയുടെ ഗുരുനാഥനാണ് ആര്? വറഖ. ഈ വറഖ രാവും പകലും ജനങ്ങളോട് പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? മക്കയിൽ ഉദിക്കാൻ പോകുന്ന ആഖിറസമാന്റെ നബിയുടെ വയസ്സ് സമയമായിട്ടുണ്ട് എന്ന് വന്നോരോടൊക്കെ പറയുന്ന ആളാണ് ആര്? വറഖ. ആ വറഖയുടെ ഏറ്റവും വലിയ ശിഷ്യാണ് ആര്? ഖദീജ. അപ്പൊ എന്തിനാ കിട്ടിയത്? നബിയുടെ ഭാര്യ തന്നെ. ഒന്ന്, ഖദീജക്ക് ബിംബങ്ങളൊന്നും ഇഷ്ടല്ല. ഒറ്റക്കിനെ തച്ചോടക്കാൻ ഖദീജ കൂട്ട് കഴിയൂല. ഒരാളെ കിട്ടണം. ആള് ഇന്റെ കൈയിന്റെ അടിയിൽ നിന്ന് പോകണം. ആ ആളെ നേരം വിളിക്കുന്നവരെ ഈ കൈ തണ്ടയിൽ താങ്ങിയിട്ട് നേരം വിളിക്കുമ്പോ ഇന്റെ കൈ തണ്ടെന്ന് പറഞ്ഞേക്കണം. ഒരൊറ്റ ബിംബത്തിന് ഇഷ്ടമല്ല ആർക്ക്? ഖദീജക്ക്.
അങ്ങനത്തെ ഒരു മഹതിയെ എന്തിന് ചരിത്രമേ നീ ഇങ്ങനെ വക്രീകരിച്ചു? ഖദീജ ബീവിയെ പറ്റി നടന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ള പാട്ടുകളും ഖദീജ ബീവിയും ഒരു ബന്ധവും. ഖദീജക്ക് സൗന്ദര്യമില്ലേ? ഒരു പെണ്ണിന് ആഖിലത്തും ആലിമത്തും മുസിന്നത്തും വയസ്സെത്തിയ ഒരു പെണ്ണിന് ആഖിലത്തും ആലിമത്തും ആയ പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ ഭാഗത്തൂടെ ആരാ നോക്കുക? എന്റെയും നിന്റെയൊക്കെ എളാമാക്കും മൂത്തമാക്കും ചൊറുക്കുണ്ടാവുമല്ലോ, ആ നിൽക്കണം അവരെ നോക്കുക. പറഞ്ഞത് മനസ്സിലായോ? നമ്മളെ എളാമാന്റെ കൂട്ടത്തിൽ ചൊറുക്കുള്ള ഇളയമ്മ കൂടെ ഒരു ചൊറുക്കും സൗന്ദര്യമുള്ള ഇളയമാമക്ക് ഉണ്ടായിക്കൂടെ? 45-50 വയസ്സായ ഉമ്മ എളാമ്മ, ആ എളാമക്ക് നല്ല ചൊറുക്കുണ്ട്. ആ ചൊറുക്കിന്റെ ഭാഗത്തൂടെ അവരെ നിങ്ങൾ പറയാം, നിങ്ങൾ അവരെ പറ്റി പറയണ്ട. നമ്മളെ കുടുംബത്തിലെ വിഷയത്തിന് പറ്റിയിരുന്നത് നത്താത്തായിരുന്നു, നമ്മളെ മുത്തമ്മയിരുന്നു. അങ്ങനല്ലേ പറയാ? അതല്ലേ അവരെ ഷറഫ്? ആ ചിന്തിക്ക്. അത് പെണ്ണെന്നതിൽ സൗന്ദര്യം ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ട്? തറവാട്ടുകാരി പെണ്ണല്ലേ, ഖുവൈലിദിന്റെ മോളല്ലേ. അങ്ങനത്തെ പെണ്ണിന് സൗന്ദര്യം ഉണ്ടാകൽ സ്വാഭാവികമല്ലേ. ഖുറൈശാകട്ടെ ഭയങ്കര ചുരുക്കുള്ള കൂട്ടരുമല്ലേ. ഖുറൈശികളെ ഖദീജക്ക് മാത്രം ചുരുക്കുണ്ടായത് പോലെ അല്ല, അങ്ങനെയാ. ഞാൻ പറഞ്ഞുതരാം. അബൂലഹബിന്റെ ഭാര്യ അറുവയെ എന്തേലും മനുഷ്യന്മാര് വിളിച്ചിരുന്നു ഉമ്മു ജമീല്, സൗന്ദര്യ റാണി. ആ പെണ്ണിനല്ലേ ഖുർആൻ വിമർശിച്ചത്? ഈ പെണ്ണാരാ? ഉമ്മു ജമീൽ, സൗന്ദര്യ റാണി. സൗന്ദര്യ റാണിയാൻ കാരണം എന്താ? അവരെ ആണുങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, പെണ്ണിന് മാത്രം സൗന്ദര്യമുണ്ട്. ആണുങ്ങളൊക്കെ കുരങ്ങ. ഖദീജക്ക് സൗന്ദര്യമുണ്ട്. ഖദീജക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സൗന്ദര്യം മുഹമ്മദ് മുസ്തഫക്കില്ലേ? മനസ്സിലായോ കുട്ടി? മുഹമ്മദ് മുസ്തഫയുടെ സൗന്ദര്യം അവിടെ കണക്കാക്കേണ്ടത്. ഖദീജ ബീവി എന്ത്? ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാവില്ല. സൗന്ദര്യ റാണി ഉണ്ടല്ലോ അവിടെ. ആര് പറ? അബൂലഹബിന്റെ ഭാര്യ സൗന്ദര്യ റാണിയാ. സൗന്ദര്യ റാണിമാരായി പരിഗണിക്കപ്പെട്ട പെണ്ണുങ്ങൾ വേറെയുണ്ട്. ആ ലിസ്റ്റിൽ ആരില്ല? ഖദീജല്ല. അങ്ങനെയല്ലേ കേട്ടണ്ട്? ജമാലാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെയല്ലേ കേട്ടണ്ട്? കരികരുത്തനായ യുവാവായ മുഹമ്മദ് മുസ്തഫ തന്റെ യൗവനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാലത്ത് പോലും തന്റെ കാമപൂർത്തീകരണത്തിനെ പരിഗണിച്ചില്ല. അതവരെ വിവാഹത്തിന്റെ മർമ്മപ്പെട്ട ലക്ഷ്യമല്ല. അല്ലാഹു നിങ്ങൾ ചിന്തിക്ക് ഖദീജയേക്കാൾ സുന്ദരിയായ പെണ്ണുങ്ങളെ മുസ്തഫ നബിക്ക് കൊടുത്തു. പക്ഷെ ഒറ്റൊന്നും കുട്ടികളുണ്ടായില്ല. ഈ തുണ്ടിന കുട്ടികളുണ്ടായില്ല. എന്തുകൊണ്ട്? താഹിറത്താണ്. ഈ കുട്ടികൾ ഖിയാമത്ത് നാൾ വരെ ദീനിന്റെ പരിഷ്ഠി കാക്കണം. മനസ്സിലായില്ല? അവരൊക്കെ നല്ലവരല്ല, പിന്നീട് വന്നു നല്ലവരൊക്കെ തന്നെ. പക്ഷേ നല്ലവരിൽ നല്ലവളാണ് ആര്? ഖദീജ. അർബഅത്തുൻ സയ്യിദാത്തു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗ്ഗത്തിലെ നേതൃസ്ഥാനത്ത് 4 പെണ്ണുങ്ങളാണ് ഖദീജ ബിൻത് ഖുവൈലിദ്. മറ്റൊരു പെണ്ണിനെ ആ കൊടുത്ത് പറഞ്ഞില്ല. മനസ്സിലായില്ല? 4 പെണ്ണുങ്ങൾ സ്വർഗീയ നേതൃസ്ഥാനത്തായ വനിതകളാണ്. അതിൽ പിന്നീട് കിട്ടിയ ഒരൊറ്റ പെണ്ണിനെ റസൂലുള്ളാഹി അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. അതിലൊന്നാരാ? ഒന്ന് ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു. ആസിയ. ഒന്ന് മറിയം ബിനത്ത് ഇമ്രാൻ, പണ്ടത്തെ. മനസ്സിലായില്ലേ? പഴയ കാലത്തെ. ഒന്ന് ആസിയ ബീവി, പിന്നെ മറിയം ബീവി, പിന്നെ സ്വന്തം മകൾ ഫാത്തിമ, പിന്നെ ഖദീജ, ഒന്നാമത്തെ ഖദീജ റളിയല്ലാഹു അൻഹ. മനസ്സിലായോ പറഞ്ഞത്? വേറെ പെണ്ണുങ്ങളൊക്കെ കിട്ടിയിട്ട് റസൂലുള്ളാഹിക്ക് അവരെ സ്വർഗത്തിലെ നേതൃസ്ഥാനത്താണ് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തില്ല. അവർക്ക് സ്വർഗ്ഗല്ലേ ഉണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷെ നേതൃസ്ഥാനത്ത് അവരൊന്നുമല്ല. ആ പെണ്ണുങ്ങളൊന്നും റസൂലുള്ളാഹിക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഈ പെണ്ണിനുണ്ടായി. ഈ പെണ്ണാകട്ടെ ഈ പെണ്ണിനേക്കാൾ സുന്ദരികളായ പെണ്ണുങ്ങൾ റസൂലുള്ളാഹി കിട്ടിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ വിവാഹത്തിന്റെ ലക്ഷ്യം എന്തല്ല? സൗന്ദര്യമല്ല, പകരെന്താ? ദീനാണ്. ഈ കൂട്ടത്തിൽ ത്വാഹിറ, നബി വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ എന്ന് ജാഹിലിയ കാലത്ത് വിളിച്ചിരുന്ന പെണ്ണാണ് ആര്? ആ പെണ്ണിന്റെ മക്കളാണ് ഇന്നത്തെ അഹ്ലുൽ ബൈത്ത്. അതാണ് ഇവിടെ ഈ ഉമ്മാനെ അവതരിപ്പിക്കാനുള്ള കാരണം. ഈ ഉമ്മാന്റെ പേരിൽ എന്തിന് ഓറിയന്റലിസ്റ്റുകൾ പിടികൂടി? എന്തുകൊണ്ട്? വേറെ കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ, എന്നെ അവരെ പിടികൂടാഞ്ഞു. ഈ പെണ്ണിനെ പിടികൂടിയാലേ ഈ കുടുംബത്തിന് ആശങ്ക പറ്റുള്ളൂ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഇത്രയേറെ വേറൊരു ഭാര്യമാരെ നാശാക്കി അവതരിപ്പിച്ചിട്ടില്ലല്ലോ. കുട്ടികളില്ല റസൂലുള്ളാഹിക്ക്.
ഖദീജ ഇന്നും മരിച്ചിട്ടില്ല. ഖദീജയിലാണ് ഇപ്പോഴും ആരുള്ളത്, മക്കളുള്ളത്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിന് ആൺകുട്ടി വരാൻ പോണ്ട്, പരിശുദ്ധൻ. അതിനാദ്യം അമ്മ പരിശുദ്ധയാണ്. ഉമ്മനെ കാമാർത്ത കണ്ണിലൂടെ മാളിക മുകളിലെ ബാൽക്കണിയിൽ പോയി നോക്കി, പുരുഷനെ തിരക്കലില്ലല്ലോ, നല്ല മാറുവിടുണ്ടല്ലോ, നല്ല കുപ്പായ മാറുണ്ടല്ലോ നോക്കിയതാണ് എങ്കിൽ അങ്ങനെയാണല്ലോ. മാളിക മുകളിൽ നോക്കി പോയി കയറണം. എന്തിനാണ് പുരുഷനെ കാണാൻ മാളിക മുകളിൽ പോയി നോക്കേണ്ട ആവശ്യം എന്താ? പുരുഷനെ കാണാൻ പുരുഷൻ പോലും അറിയാതെ പുരുഷനെ ശരിക്കും കാണാൻ. തരുണീമണി ബീവി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്നു എന്നാണ്. അങ്ങനെ തന്നെയല്ലേ പാറകുട്ടി? അങ്ങനെയല്ലേ കുറച്ചു കാലമായിട്ട് പാടിയത്? ചിന്തിക്ക്, എന്തേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്? പഠിച്ചില്ല ചരിത്രം. ഇത് വളരെ പഠിക്കണം. ഇതിൽ ഇനിയും പഠിക്കാനുണ്ട്. അടുത്ത ആഴ്ച പറയും. ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ.